ചിക്കൻ പക്കോട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ചിക്കൻ പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ കിച്ചൻ സ്പെഷ്യലിൽ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ ചിക്കൻ പക്കോട ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കന് ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കാറ്. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ വീട് വഴിയൊക്കെ ബോൺലെസ് ചിക്കനൊക്കെ വാങ്ങാൻ പാടായിരിക്കും. നമ്മൾ എപ്പോഴും ഒരു ചിക്കൻ വാങ്ങുമ്പോൾ ബോണോട് കൂടിയിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് പക്കോട ഉണ്ടാക്കാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ചെറിയ ചെറിയ പീസസ് ആക്കിയാൽ മാത്രം മതി. അപ്പം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളെല്ലാം നന്നായിട്ട് ചിക്കനിൽ ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കണം. കടലമാവില്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി. പിന്നെ 1.5 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം. ഈ 2 പൊടികളോട് ചേർത്ത് ഒന്നുകൂടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർക്കണം. 1-2 മുട്ട ചേർക്കാം. ഞാനിപ്പോൾ 1 മുട്ടയാണ് ചേർക്കുന്നത്. ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മുട്ടയുടെ അളവ് കൂടെ കൂട്ടണം. 1 കിലോയ്ക്ക് മിനിമം 1 തൊട്ട് 2 വരെ മുട്ട വരെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 2 കിലോയ്ക്ക് ആണെങ്കിൽ ഒരു 4 മുട്ട ചേർക്കാം. മുട്ടയുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് പക്കോടയ്ക്ക് ടേസ്റ്റ് കൂടും. മാത്രമല്ല നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ആദ്യം പൊടികൾ ചേർത്ത് കുഴച്ചു, പിന്നെ അരിപ്പൊടിയും കടലമാവും ചേർത്ത് കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം മല്ലിയിലയും കറിവേപ്പിലയും മുളകും ചിക്കനിൽ നന്നായി മിക്സ് ചെയ്യും. ഈ ഓയിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് അരമണിക്കൂറൊന്ന് മൂടി വെക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അരമണിക്കൂറിൽ കൂടുതൽ വെക്കുന്തോറും കൂടുതൽ വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. നല്ല ടേസ്റ്റ് ആ മസാലയൊക്കെ ചിക്കനിൽ കുറച്ചുകൂടെ പിടിക്കും. നമുക്ക് സമയക്കുറവ് കൊണ്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ഈ ഒരു അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ ഈ പക്കോട ഉണ്ടാക്കാനുള്ള ഒരു സമയനഷ്ടം എന്ന് പറയുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണിത്. നമ്മളിത് വറുത്തെടുക്കാൻ പോവാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം കേട്ടോ, ചിക്കനൊന്ന് മുങ്ങിക്കിടന്ന് വറുത്തെടുക്കാൻ പാകത്തിന്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഓരോ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം, ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 to 10 മിനിറ്റ്സ് മുരിച്ചെടുത്താൽ മതിയാവും. ഒരു 8 to 10 മിനിറ്റ്സ് മതിയാവും ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ ചിക്കനിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയായിട്ടാണ്. ഇതില്ലെങ്കിലും നമ്മുടെ പക്കോടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പിന്നെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന അരമണിക്കൂർ നേരത്തെ താമസം മാത്രമേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ. ബാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഈ മാഗ്നേറ്റ് ചെയ്യാനും പെട്ടെന്ന് മാഗ്നേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് സെറ്റാവാൻ വെക്കുന്ന ഒരു അരമണിക്കൂർ സമയത്തെ താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 10 മിനിറ്റിൽ നമുക്ക് പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ചിക്കൻ പക്കോട നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.